ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതായത് സ്റ്റുഡൻസിനെ പറ്റി ഓൾറെഡി നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കുട്ടികളുടെ അതായത് സ്റ്റുഡൻസിൻ്റെ മനസ്സെങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പലതരം സ്റ്റുഡൻസ് ഉണ്ട്. അതായത് വീക്ക്, കുറച്ച് ബ്രില്യൻറ്റ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്, പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധ്യാപകരാണെങ്കിൽ അതായത് നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. അവർക്ക് എത്രത്തോളം കേപ്പബിൾ ഉണ്ട് മനസ്സിലാവാനായിട്ട്. ഇതിപ്പോൾ ടീച്ചേഴ്സ് മാത്രമല്ല, വീട്ടിലെ പേരൻസ് ആയാലും, ഇപ്പോൾ എവിടെയെങ്കിലും ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ആരായിക്കോട്ടെ, കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുക. ഇപ്പോൾ പലതരം കുട്ടികൾ വരും. ചിലവർ നമ്മൾ ഒരു വട്ടം തന്നെ പറഞ്ഞു കൊടുത്താൽ പിക്കപ്പ് ചെയ്ത് ക്യാച്ചപ്പ് ചെയ്യുന്നവർ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. ചില കുട്ടികൾക്ക് പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലവർക്ക് രണ്ട് മൂന്ന് വട്ടം പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാറ്റഗറിപ്പെട്ട സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ മനസ്സ് മനസ്സിലാക്കിയെടുക്കും. ഇപ്പം നമ്മൾ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എത്ര വീക്കാണ്, എത്രത്തോളം ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്, എത്ര സമയം എടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ടീച്ചർമാർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കണം. അതനുസരിച്ചിട്ട് വേണം അവർക്ക് പഠിക്കാൻ ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ടും. ഇപ്പോൾ ഓരോരുത്തർ വലിയ ആൻസർ ഒന്നും പഠിക്കത്തില്ല. കാരണം എന്താ, അവർക്കത് വലിയ ആൻസർ പഠിക്കാൻ മെമ്മറി സ്റ്റോർ ചെയ്യത്തില്ല. ചിലർക്ക് മെമ്മറി പവർ കുറവുള്ളവരുണ്ട്, ചിലർക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, ഒറ്റ തവണ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ പല കാറ്റഗറിപ്പെട്ടവരുണ്ട്. ഇപ്പൊ അമ്മമാര് തന്നെ ഉണ്ട് അങ്ങനെ. അമ്മമാർക്ക് പിള്ളേർ നല്ലപോലെ പഠിക്കണം എന്നുള്ള അതിലത്തെ കുട്ടി കണ്ടോ അവൻ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു, നിനക്ക് എന്താ സ്കോർ ചെയ്താൽ എന്ന് ചിന്തിക്കുന്ന അമ്മമാരും ഉണ്ട്. പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. കുട്ടികളുടെ നമ്മൾ മനസ്സിലാക്കണം. ചില അമ്മമാര് കുട്ടികളെ മനസ്സ് മനസ്സിലാക്കിയിട്ട് പറയാറുണ്ട്, എന്നുവെച്ചാൽ അവർക്ക് ഇത്രേ പറ്റത്തുള്ളൂ, അവരെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ. നമ്മളത് മെയിനായിട്ട് നമ്മളത് മനസ്സിലാക്കിയെടുക്കുക. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കുക, അവർക്ക് എന്തോരം പറ്റുമെന്നുള്ളത്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലെസൻ്റെ ഒരു ചാപ്റ്റർ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവരത് എത്രത്തോളം മനസ്സിലാക്കിയെടുക്കുന്നു. ഇപ്പം നമ്മളെല്ലാം ചാപ്റ്ററിൻ്റെ എല്ലാം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ചോദിക്കുവാണെങ്കിൽ ചിലർക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് പറയും, ഇതിങ്ങനെയാ അതങ്ങനെയാന്നൊക്കെ. ചിലർക്കത് പറയാൻ സമയമെടുക്കും, ചിലത് ആലോചിച്ച് പതുക്കെനെ പറയത്തില്ല. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ മനസ്സ് മനസ്സിലാക്കണം, അവർക്ക് എത്രത്തോളം പഠിച്ചാലാണ് ഓക്കെ ആവുക എന്നുള്ളത്. ഇപ്പോൾ ആദ്യം ഞാൻ പറയാം, ഒത്തിരി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് എന്തും കൊടുക്കാം. എത്ര വലിയ ആൻസർ ആയാലും നമുക്ക് എന്തായിട്ടായാലും കൊടുക്കാം. അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് പെട്ടെന്ന് പഠിക്കാനായിട്ട് അവർ താല്പര്യം കാണിക്കും. അതുപോലെ കോൺഫിഡൻ്റ് ആയിരിക്കും അവർ, ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് ആയിരിക്കും. നല്ലതുപോലെ എന്തുവാ അവർക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിലോ ഡിറ്റേഷൻ ഇടുവാണെങ്കിലോ ഒക്കെ അവർ നല്ലപോലെ സ്കോർ ചെയ്യും. അപ്പം നമുക്കത് മനസ്സിലാവും അവർക്ക് എത്രത്തോളം ആണെന്നുള്ളത്. ഇനിയിപ്പോൾ അവരെക്കാട്ടിലും കുറച്ചുകൂടി ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെല്ലാം പിക്കപ്പ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഭയങ്കര സ്ലോ ആയിരിക്കും. അവർക്ക് സ്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കും, പക്ഷെ അത് ആലോചിച്ച് പതുക്കെയൊക്കെ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര സ്ലോ ആയിരിക്കും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ നമ്മൾ കണക്കിട്ട് കൊടുത്താലും അത് ചെയ്യാനായിട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. എല്ലാ കാര്യത്തിലും സ്ലോ ആയിരിക്കും. കാരണം വെച്ചാൽ അവരുടെ ഒരു രീതി അങ്ങനെയാണ്. വെച്ചാൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് അവർ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. ചില കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ 5-6 വട്ടമെങ്കിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണം. എങ്കിലാണ് അവർക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സമയം വേണം അവർക്ക്, ഒത്തിരി സമയം വേണം അവർക്ക്. പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പല കാറ്റഗറിപ്പെട്ട സ്റ്റുഡൻസ് ആണ്. പിന്നെ ഇനിയും വരുന്ന ഒരു സ്റ്റുഡൻറ് എന്ന് വെച്ചാൽ അവർക്ക് എന്താ എല്ലാം മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ചിലർക്കത് മനസ്സിലാക്കിയെടുക്കും നല്ലതുപോലെ. അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കിയെടുക്കും, പക്ഷെ തിരിച്ചു പറയാൻ അറിയത്തില്ല. അങ്ങനത്തെ ഉണ്ട്. തിരിച്ചവർക്ക് ഇതിങ്ങനെ തന്നെ പറയണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ പല രീതിയിൽ പെട്ട്. അപ്പോൾ നമ്മളുടെ മനസ്സ് മനസ്സിലാക്കുക. അവർക്ക് എന്തോ ചിലർക്കാണെങ്കിൽ നമ്മൾ പോയിന്റ്സ് കുറച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ നോട്ടൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ പോയിന്റ്സ് കുറച്ച് ഷോർട്ട് ആക്കിയിട്ടൊക്കെ കൊടുക്കുക. സോ അവർക്ക് അതേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അമ്മമാരെ നമ്മളത് ചിന്തിക്കണം, നമ്മുടെ മക്കൾ എന്തോരം കേപ്പബിൾ ആണ് എന്നുള്ളത്. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് അവർക്ക് പഠിപ്പിക്കാനായിട്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ അവർ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ നല്ല മാർക്ക് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ മേടിക്കത്തില്ല. അവർ എത്ര ആവറേജ് ആണോ അത്രയേ ഉള്ളൂ. ഒരിക്കലും ക്ലാസ്സിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പഠിച്ച് പിക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധ മാത്രം മതി.
വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് നോക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലാവും. ചിലർ എക്സാമിന്റെ തലേദിവസം നോക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇതതല്ല. കുട്ടികളെ മനസ്സറിഞ്ഞിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. ഇപ്പൊ ട്യൂഷൻ ആയാലും എവിടെയായാലും. എന്നാലാണ് അവർക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മൾ അതുപോലെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കും മനസ്സിലാവും. അപ്പൊ അവര് ഇത്ര മാർഗം മേടിക്കണമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. കാരണം വെച്ചാൽ അവർക്ക് എന്തോരം കേപ്പബിലിറ്റി ഉണ്ടോ, എത്ര മാർക്ക് മേടിച്ചാൽ എത്ര ഇമ്പ്രൂവ് ആവും എന്നുള്ളത് അവർക്കറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി വരുന്നവർക്കാണ് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അവർക്ക് ഇത്രയും പഠിപ്പിച്ചാൽ ഇത്രയും മനസ്സിലാവും, ഇങ്ങനെ വന്ന് ഇങ്ങനെയാവും എന്നൊക്കെ ഉള്ളത് അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്, സ്റ്റുഡൻസ് പല രീതിയിലും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുട്ടി ഇപ്പം നല്ല ബ്രില്യൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് അവർക്ക് എന്ത് കൊടുത്താലും അവർ പെട്ടെന്ന് തന്നെ പഠിച്ച് പറയാറുണ്ട്. ആൻസറൊക്കെ പറയാം. എത്ര വലിയ പോയിന്റ്സ് കൊടുത്താലും അവർ ഈസി ആക്കി പറയും. ചില കുട്ടികൾക്ക് നമ്മൾ വലിയ പോയിന്റ്സ് കൊടുത്താൽ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുറച്ച് കുറച്ച് പോയിന്റ്സ് ആക്കി കൊടുത്ത് അവരെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ചില കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആൻസേഴ്സ് ഒക്കെ അവർ പറയും. വലിയ ആൻസർ കാണുമ്പോൾ അവർ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പൊ അങ്ങനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്, വലിയ ആൻസർ നമ്മൾ ആദ്യം അവർക്ക് ഇപ്പോൾ എത്ര വഴിയുണ്ടോ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 6 ലൈൻ ചോദ്യം ഉത്തരം 6 ലൈൻ ആണെങ്കിൽ നമ്മൾ 3 ലൈനാക്കി ഇട്ട് അവരോട് പറയാൻ പറയാം. 3 ലൈന് പറയാൻ പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒന്നിച്ച് പിന്നെ പറയാം. അപ്പോഴാണ് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതലും മനസ്സിലാവാത്ത പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ രാവിലെ ഒരു 5 മണിക്കൊക്കെ പിള്ളേരോട് എണീക്കാൻ പറഞ്ഞിട്ട് അവരെ ആ സമയത്ത് ഇരുന്ന് പഠിപ്പിക്കുക. നമ്മൾ കൂടുതലും കെയർ ചെയ്യണം അവരെ. പക്ഷെ നല്ലപോലെ കെയർ ചെയ്യാനുണ്ട്. കെയർ ചെയ്ത് അവർക്ക് പോയിന്റ്സ് ഒക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഒരു ആവറേജ് ആണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് കുറച്ചുകൂടി മേലെ വരും. അങ്ങനെ അവർക്ക് പറ്റത്തില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് അവർക്ക് കൂടുതൽ മാർക്ക് മേടിക്കാനും പറ്റില്ല. ഇപ്പൊ ചിലർ 50% മാർക്കാണ് മേടിക്കുന്നതെങ്കിൽ അവരോട് നമ്മൾ 55 അല്ലെങ്കിൽ 60 പുള്ളി നമ്മൾ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് അവരോട് പറയണം. അപ്പൊ അവർ അതനുസരിച്ചിട്ട് അവർക്ക് ശ്രമിക്കാൻ പറ്റും. ഒറ്റയടിക്ക് നമ്മൾ 80%ഓ 90%ഓ മേടിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കാം. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പം ഒന്നുമല്ല. കാരണം വെച്ചാൽ അവരെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ ഒരു സ്റ്റുഡൻസ് നമ്മളത് ട്യൂഷൻ വരാന്നിരിക്കട്ടെ, ആദ്യമേ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ വീട്ടുകാരൊക്കെ പറയും, ഓ ഇവൻ ഇങ്ങനെയാ അങ്ങനെയാന്നൊക്കെ ചിലപ്പോൾ പറയും. ഇവനാവുമല്ലോ ആരോ ആയിക്കോട്ടെ അങ്ങനെ പറയും. ഇപ്പോൾ എല്ലാം അങ്ങനെ പറയും, ഇവൻ തന്നെ മോൻ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര വീക്കാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അതല്ല, നമ്മൾ നോക്കണം. നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ സ്റ്റുഡൻസിന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇട്ട് നമുക്ക് ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസ് ആയപ്പോൾ അമ്മമാർ പറയും, ഓ ഇവൻ ഈ കണക്കാ, ഇവൻ അങ്ങനെയൊന്നും പഠിക്കത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അവൻ എന്തൊക്കെ അറിയാം എങ്ങനെയൊക്കെ അറിയാം എന്നുള്ളത്. അപ്പൊ നമുക്ക് തന്നെ 2-3 ദിവസം അല്ല, ഒരു 2 ഡേയ്സ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഓ ഈ കുട്ടി ഇത്രത്തോളം ആണ് ഇങ്ങനെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിപ്പം ഇപ്പൊ നമ്മൾ ട്യൂഷനോ സ്കൂളിലോ ഒക്കെ ആണെങ്കിൽ ടീച്ചർമാർക്കൊക്കെ മനസ്സിലാവും ഒരു സ്റ്റുഡൻസ് ഏതൊക്കെ രീതിയിലാണ്, ആരൊക്കെ പഠിക്കും, ആരൊക്കെ ബ്രില്യൻ്റ് ആണ്, ആരൊക്കെ ആവറേജ് ആണ്, ടീച്ചർമാർക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കുമ്പോൾ ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ കട്ടിയുള്ള വാക്കുകളൊക്കെ, പുസ്തകത്തിലെ കട്ടിയുള്ള വാക്കാണെങ്കിൽ അത് കട്ടിയില്ലാത്ത വാക്കുകൾ പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എളുപ്പമാക്കി കൊടുക്കുക. എങ്കിലാണ് അവർക്കും പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടുകാരും ഇതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർമ്മ വെച്ചോളുക. കുട്ടികൾക്ക് ഇതുപോലത്തെയൊക്കെ നോട്ട്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും വളരെ ഇപ്പോൾ എന്തും പഠിക്കുന്ന പിള്ളേർക്കല്ല, ആവറേജ് സ്റ്റുഡൻസിനും അതിൻ്റെ താഴെ ഉള്ളവർക്കൊക്കെ പോയിന്റ്സ് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയിട്ടൊക്കെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അവർക്ക് എത്രത്തോളം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നമ്മളത് നോക്കുക. എങ്കിലാണ് നമുക്ക് ഭാവിയിലും ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. ഓക്കെ, നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ നമുക്കറിയാം, 8, 9, 10 എന്നൊക്കെ പറയുമ്പോൾ ഹിസ്റ്ററിയിലൊക്കെ ഒത്തിരി പോയിന്റ്സ് എസ് പോലെയൊക്കെ നമുക്ക് പഠിക്കാനാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ അവരോട് എന്തൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതൊക്കെ ഓർത്തു വെക്കാൻ പറയാം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക, ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ലതുപോലെ പഠിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുക, കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതായത് നമ്മൾ കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ട് കാര്യം, നീ ഇത് പഠിക്കത്തില്ല, പരീക്ഷയ്ക്ക് വരണ്ട, അങ്ങനെയൊന്നും വഴക്കൊന്നും പറയരുത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. വഴക്കൊക്കെ പറഞ്ഞാൽ പേടി കൊണ്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ആൻസറും ആയിക്കോട്ടെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് നമുക്ക് അർത്ഥമില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കി പഠിക്കുക കൂടുതലും, അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ
നമ്മൾ 8ാം ക്ലാസ്സൊക്കെ വരുമ്പോഴത്തേക്കും എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളത് സ്വന്തമായിട്ട് എഴുതാനായിട്ടും കുട്ടികൾക്ക് പറ്റണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് അതിൻ്റെ അർത്ഥം എന്തുവാ, പിന്നെ അതിൻ്റെ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതുവാണെങ്കിലും പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കണം. ഇപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ആ വർഷവും ഏത് വർഷവും ആ വർഷത്തിൽ എന്താ സംഭവിച്ചത് അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് വേണം സ്വന്തമായിട്ട് ബാക്കി നമുക്ക് എഴുതാം. ബ്രിട്ടീഷുകാർ എപ്പോൾ വന്നു, എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായത്, പിന്നെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്നാണ്, പിന്നെ അതേപോലെ വാസ്കോഡഗാമ എപ്പോഴാണ് എവിടെയാണ് കപ്പലിൽ ഇറങ്ങിയത്, അങ്ങനെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒത്തിരി ഇതൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയിൽ അതുപോലൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ആ പോയിന്റ്സ് ഒക്കെ പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയുക. പിന്നെ ടെക്സ്റ്റ് ഒക്കെ വായിക്കണം. വായിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് വായിക്കാനായിട്ട് നിർബന്ധമായിട്ടും പറയാം. കാരണം വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും ആൻസറും ഇഷ്ടം പോലെ അവർക്ക് എഴുതാൻ പറ്റും. ഇവർക്ക് കഥ അറിയുന്നതല്ല, അതിനകത്ത് കഥ അറിഞ്ഞവർക്ക് മനസ്സിലാവും എന്തുവാന്നുള്ളത്. ചുമ്മാ വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ കഥ വായിക്കുമ്പം അവർക്ക് അതിലൂടെ നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഈ കഥ വായിക്കുമ്പോൾ ഇന്ന സമയത്ത് ഇന്നതാ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ മൈൻഡിലോട്ട് കയറാനായിട്ട് അവർക്ക് സാധിക്കും. അത് മനസ്സിരുത്തി വേണം വായിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോവാതെ, മൈൻഡ് ഡൈവേർട്ടായി പോവാതെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ വായിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സ്വന്തമായിട്ടും എഴുതാനായിട്ടുള്ള കഴിവ് നമുക്കിപ്പോൾ ഓർത്ത് വരും. ടെക്സ്റ്റ് ബുക്കിന് ചോദിച്ചിരുന്നോ, ബുക്കിന് ചോദിച്ചില്ല, ടെക്സ്റ്റ് ബുക്കിന് ചോദിച്ചിരുന്നോ എന്നൊക്കെ പറയും. നമുക്കത് മനസ്സിലാക്കിയിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടൊരു ചാനൽ ഉണ്ട്, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ആ നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഗൈഡ് ലൈൻസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. ആർക്കെങ്കിലും മോട്ടിവേഷനായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ആയിട്ട് അയക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് എന്നോട് ഷെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.